അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് കടന്നു വരാൻ പോകുന്നത് അതിപ്രഗത്ഭമായ മെഅറാജിൻ്റെ രാത്രിയാണ്. ലൈലത്തുൽ ഖദറിനെ പോലും വെല്ലുന്ന ലൈലത്തുൽ ഖദറിനേക്കാൾ, കാരണം ഒരു മഅബൂദ്, ഒരു അബ്ദിനെ നേരിട്ട് അള്ളാഹുവിനെ കാണാൻ അവസരം കിട്ടിയ ദിവസമാണല്ലോ ഇന്ന്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഉപയോഗപ്പെടുത്തേണ്ട അതിമഹത്തായ ദിവസമാണ് ഇന്ന്. ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾക്കും എല്ലാത്തിനും പരിഹാരമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, അതോടൊപ്പം ഒരു 8 കാര്യങ്ങൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്ന് നാം പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഇസ്മോ അത്ഭുതകരമാണ്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് സാദുല്ലാഹു ബസ്തത റിസ്ഖി, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ റിസ്ക്കിൽ വിശാലത ചെയ്യും ഈ ഒരു പ്രവൃത്തി നാം ചെയ്യുകയാണെങ്കിൽ. റിസ്ക്കിൽ വിശാലത എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ഭാര്യ, നമ്മുടെ ജോലി, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, ഇതെല്ലാത്തിനും വലിയ വിശാലത ചെയ്യും എന്നതാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയിൽ വിശാലമായി പറയേണ്ട വിഷയമാണ്. അതുപോലെ ഫതഹല്ലാഹു ലഹു ബാബം മിനൽ ഗിന, ഐശ്വര്യത്തിൻ്റെ, പണത്തിൻ്റെ കവാടം, ഫതഹല്ലാഹു ലഹു, അവനിക്ക് അള്ളാഹു തുറന്നു കൊടുക്കും. ബാബം മിനൽ ഗിന, ഐശ്വര്യത്തിൻ്റെ കവാടം അള്ളാഹു അവനിക്ക് തുറന്നു കൊടുക്കുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, അവനിക്ക് ഗല്ലക ബാബം മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൻ്റെ കവാടത്തെല്ലാം അടച്ചു കളയും. ദാരിദ്ര്യം പിന്നെ അവനിക്ക് ഉണ്ടാവുകയില്ല. മാത്രമല്ല, സാദുല്ലാഹു ബസ്തത ഫിൽ ഇൽമി, അള്ളാഹു ഇൽമു വർദ്ധിപ്പിക്കും. ഇൽമു വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ, പെൺമക്കൾ നമ്മുടെ വീട്ടിൽ രാജകുമാരിയെ പോലെ ജീവിച്ചവരാണ്. വേറെ വീട്ടിലേക്ക് ഒരു കല്യാണം കഴിച്ചു പോയ സമയത്ത് അവിടെ എങ്ങനെ ജീവിക്കണം എന്നറിയില്ല. അവിടെ അടുക്കള കയറേണ്ടി വരും. ആ സമയത്ത് അവിടുത്തെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഒരു വീട് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ഒരു ഭർത്താവിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭാര്യ എങ്ങനെയാണ്, കുടുംബത്തെ എങ്ങനെയാണ്, അതുപോലെ അവൻ്റെ മറ്റു ജോലിയിലുള്ള ചില ഇൽമുൽ വർധനവും അതിനെങ്ങനെയാണ് ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുപോവുക, അങ്ങനെ അതിനെക്കുറിച്ച് ഒരു മട്ടം പോലെ ആർക്കും എല്ലാവരുടെ സ്നേഹം പറ്റുന്ന രീതിയിൽ അതിനെക്കൊണ്ട് ഒരുപാട് ഇൽമുണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു വിശാലത, ഇൽമിൽ വിശാലത എന്ന് പറഞ്ഞാൽ വിശാലമായി പറയേണ്ട കാര്യം മാത്രം, അത്രയും പറയേണ്ടതുണ്ട്. അതുപോലെ അവനിക്ക് നൽകുന്നത് ബാറക്കല്ലാഹു ഫീഹി വഅഹ്ലിഹി വഔലാദിഹി, അവൻ്റെ മക്കൾ, അവൻ്റെ കുടുംബത്തിൽ, അവനിൽ അള്ളാഹു വലിയ ബർക്കത്ത് അള്ളാഹു നൽകും. മാത്രമല്ല വസ്സഹലഹു ഫീഹി ഖബ്രിഹി, അവൻ്റെ ഖബ്റിൽ അള്ളാഹു വിശാലത നൽകും. അതുപോലെ വനവ്വറ വജ്ഹഹു ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവൻ്റെ മുഖത്തിന് വലിയ പ്രകാശത നൽകുന്ന ഒരു പ്രഗത്ഭമായ ഒരു ഇസ്മ. ഇൻഷാ അള്ളാഹ് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എത്തിച്ചു കൊടുത്ത നമുക്കതിൻ്റെ തുല്യ പ്രതിഫലം കിട്ടുമെന്ന് മുത്തു റസൂൽ സ്വാദിഖുൽ മസ്തൂക്ക്, തമാശക്ക് പോലും കളവ് പറയാത്ത അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. വീട് ചെയ്യാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ആടിയിലൂടെ പറയുന്നതാണ്. ഇൻഷാ അള്ളാഹ് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാം ഇന്ന് ആദ്യം ചെയ്യേണ്ടത്, അതായത് ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞ് ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് ആയുസ് നൽകിയാൽ അൽഹംദുലില്ലാഹ്, ആദ്യം നാം ചെയ്യേണ്ടത് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അൽഹംദുലില്ലാഹ്, ഈ മെഅറാജിൻ്റെ രാത്രിയിലേക്ക് അള്ളാഹു എത്തിച്ചല്ലോ. കാരണം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രാത്രിയാണ്. ഒരു പ്രവാചകന്മാർക്കും പോലും കിട്ടാത്തൊരു രാത്രിയാണ്. കാരണം അള്ളാഹുവിനെ നേരിൽ കാണാനൊരു തൗഫീക്ക് കിട്ടുന്ന രാത്രി, അതിനേക്കാൾ പ്രഗത്ഭം എന്താണ്? നാം ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തികളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്, നമ്മുടെ മുത്തായ ഹബീബിൻ കാണാൻ സാധിക്കും. നാം ഏറ്റവും സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, നമ്മുടെ നെഞ്ചിൽ എത്തി നടക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ സാധിക്കുമെന്ന് പറയും. അതിലേറെ നമുക്ക് കാണാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അത് ഹബീബിനെ കാണാൻ അതിലേറെ സന്തോഷമാണ്. കാരണം നാം സ്നേഹിക്കുന്ന ഒരാൾക്ക് കാണാൻ സാധിച്ചെന്ന് പറയുമ്പോൾ അതിൽ 10 മടങ്ങ് സന്തോഷമാണ് വേണ്ടത്. അപ്പം നാം ആദ്യം പറയണത് അൽഹംദുലില്ലാഹ്, എൻ്റെ ഹബീബിനെ, അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ തൗഫീക്ക് കിട്ടിയ ദിവസത്തിൽ ഒരുമിച്ച് കൂടാൻ എനിക്ക് നീ തൗഫീക്ക് നൽകി അല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഒന്ന്. രണ്ടാമത് നാം ചെയ്യേണ്ടത്,
എന്തെങ്കിലും ഒരു ദാനം ധർമ്മം ഇന്ന് നൽകുക. ദാനം ധർമ്മം എന്തെങ്കിലും ഒന്ന്. കാരണം ഇന്ന് ചെയ്യുന്ന സ്വതക്കാക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 1000 ദിർഹം സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. 1000 ഹജ്ജ് ചെയ്ത, 1000 ഉംറ ചെയ്ത, അതുപോലെ 1000 കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ നൽകും. മാത്രമല്ല 1000 കൊട്ടാരങ്ങൾ, 1000 വീടുകൾ നൽകും. ഓരോ വീടിൽ 1000 റൂമുകൾ, 1000 റൂമിൽ ഓരോ റൂമിൽ 1000 അറകൾ, ഓരോ അറകളിൽ 1000 ഹൂറിൽനിയായ സ്ത്രീകൾ നൽകപ്പെടുമെന്നാണ് നോക്കുന്ന ഇന്നത്തെ ദിവസത്തിന് ഹയാത്താക്കുന്നവർക്കോ നോമ്പനുഷ്ഠിക്കുന്നവർക്കൊക്കെ നൽകുന്ന വലിയ പ്രതിഫലമാണ്. അതായത് രണ്ടാമത് നമുക്ക് എന്തെങ്കിലും സാധിക്കുന്നത് പാപങ്ങൾ, നമ്മുടെ അയൽവാസികളോ കുടുംബങ്ങളോ ആർക്കെങ്കിലും സാധിക്കുന്നവർക്ക് നാം കൊടുക്കുക. മുമ്പത്തെ പോലെയല്ല ഇന്ന് അവരുടെ വീട് തെരഞ്ഞു പിടിച്ചു പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്. ഒന്ന് ഗൂഗിൾ പേ, ഫോൺ പേ എടുത്ത് അവർക്ക് നമുക്ക് സഹായിക്കാവുന്നതാണ്. എന്നൊരു ഫോൺ വിളിച്ച് പറയാം, ഞാൻ ഇത്ര രൂപ അയച്ചിട്ടുണ്ട്, നിങ്ങളത് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കും. ദ്വാരക്കാൻ ഒരു വസിയത്ത് ചെയ്യുക. ഫോൺ വിളിച്ച് പറയണമെന്നില്ല, നാം നിയത്താക്കി നിങ്ങൾ കൊടുക്കുക. നാം പറഞ്ഞത് മനസ്സിലായാൽ, അള്ളാഹ്ക്ക് മാത്രം മനസ്സിലായാൽ മതി. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിനും കൂട്ടത്തിലും വലിയ സമ്പന്നരാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ ചേർക്കപ്പെടുന്ന ഈ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് സഹായിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് നിങ്ങളുടേത് പോലെയാണ്. നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അത് നല്ലതാണ്. അതല്ല, നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അടുത്താരും അങ്ങനെ ഉണ്ടാവില്ല. പാവങ്ങൾ എല്ലാവരും നല്ല സാമ്പത്തിക കഴിവുള്ളവരാണ്. അത്തരക്കാരായ ആളുകൾക്ക് ഇൻഷാ അള്ളാഹ് അങ്ങനെ ചെയ്യാവുന്നതാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആർക്കാ സ്വതക്ക കൊടുക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് വല്ലാത്ത വെപ്രാളപ്പെടേണ്ട. അത് രണ്ടാമത്. അതേപോലെ മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഇസ്തിഗ്ഫാർ. കാരണം ഷഹ്റുൽ ഇസ്തിഗ്ഫാറാണ്, ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞ മാസമാണ്. അതുകൊണ്ട് ഷഹ്റുൽ ഇസ്തിഗ്ഫാർ ആയതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ നാം സാധാരണ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഒരു 70 തവണമെങ്കിൽ പറയണം. അത് അറിയുന്നില്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹ് ഞാൻ പാവിയാണ് റബ്ബേ, ഞാൻ ദോഷിയാണ് റഹ്മാനെ, ഒരുപാട് പാവങ്ങൾ ചെയ്തവനാണ് എന്ന് അള്ളാഹുവിനോട് അങ്ങ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മുടെ പാവങ്ങൾ പൊറുത്തു തരും. അതാണ് അത്. ഇനി അടുത്തത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നുള്ളത് ദുആയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. റജബിലും ശഅബാനിലും അല്ലാഹ് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. വ ബല്ലിഗ്നാ റമദാൻ, റമദാൻ എത്തിച്ചു തരണേ എന്നുള്ളതാണ് അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ടത്. ആറാമതായി നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ റസൂലിനെ നേരിട്ട് അള്ളാഹു കണ്ട സമയത്ത്, അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ധാരാളം. വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്നുള്ള ദിക്ർ നാം ധാരാളം ചൊല്ലണം. ഇങ്ങനെ നാം ഈ ദിക്ർ ധാരാളം ചൊല്ലുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ്. കാരണം ഇത് ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ അള്ളാഹു ഒരുപാട് വൃക്ഷങ്ങളെ നട്ടു വളർത്തും. ആ നട്ടു വളർത്തിയാൽ തീർച്ചയായും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ വൃക്ഷങ്ങൾ വലിയ തോട്ടങ്ങളായിരിക്കും നാളെ പരലോകത്ത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം അടുത്തത് നാം ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ ദിവസം നാം ഒളുവോടു കൂടിയായിരിക്കണം ഉറങ്ങേണ്ടത്. കാരണം ഒളുവോടു കൂടി നാം ഉറങ്ങുകയാണെങ്കിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ടത്, നമസ്കാരത്തിൻ്റെ വാർഷികമാണ് ഇന്നത്തെ രാത്രി. കാരണം ഇന്നാണല്ലോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നബി തങ്ങൾക്ക് നിസ്കാരം എന്നുള്ള ഗിഫ്റ്റ് കൊടുത്തത്. അതുകൊണ്ട് ഇന്നത്തെ മഗ്രിബ്, ഇശാ, സുബഹിയൊക്കെ ഇമാം ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള കാര്യം നാം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഒമ്പതാമതായി പറയാനുള്ളത് ദ്വായുടെ കാര്യം പ്രധാനപ്പെട്ടതാണ്. നാം ശ്രദ്ധിക്കണം. ഇന്നത്തെ ദുആക്ക് വലിയ ഇജാബത്തുള്ളതാണ്. അള്ളാഹുവിനോട് ധാരാളം കാര്യങ്ങൾ ചോദിക്കണം. അതോടൊപ്പം പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാര്യം, നാളത്തെ നോമ്പിൻ്റെ കാര്യം, തീർച്ചയായിട്ടും നാളത്തെ നോമ്പിന് വലിയ പ്രതിഫലമാണ്. നാളത്തെ ഒരു നോമ്പ് നാം നോറ്റാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, അതിനെക്കുറിച്ച് പരിപൂർണമായതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഇന്നലെ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോ ചരിത്ര സംഭവങ്ങൾ നാം ഇന്നലെ വിവരിച്ചിട്ടുണ്ട്. വീണ്ടും അതിനെ ആവർത്തിച്ച് പറഞ്ഞ് ആവർത്തന വിരസത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സൗബാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ പോയ ഒരു സംഭവം നാം പറഞ്ഞുവല്ലേ ഇന്നലെ.
കാരണം ആ ഖബറിൽ ശിക്ഷിക്കുന്നത് കാണുമ്പോൾ പറഞ്ഞു, അവർ റജബിൻ്റെ ഒരു നോമ്പ് നോക്കിയിരുന്നുവെങ്കിലോ അള്ളാഹു രക്ഷപ്പെടുത്തിയേനെ എന്ന് പറയുമ്പോൾ സൗബാൻ ചോദിക്കുന്നു, റജബിൻ്റെ ഒരു നോമ്പ് നോക്കിയാൽ അത് രക്ഷപ്പെടുത്തും? അതേ, കാരണം അതിൻ്റെ പ്രതിഫലം അത്രയാണ്. യാ സുവാമി റജബിന്ന് നോമ്പ് നോക്കിയവരെ ഉദ്ഖുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഖിയാമത്ത് നാൾ വിളിക്കുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് എഴുന്നേറ്റ് ഓടാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാളത്തെ നോമ്പ് വ്യാഴാഴ്ചയുടെ സുന്നത്തിൻ്റെ നോമ്പ് കരുതാ, അതുകൊണ്ട് റജബിൻ്റെ 27 അല്ലെങ്കിൽ മിഹ്റാജിൻ്റെ നോമ്പ് ഞാൻ നോക്കുന്നു എന്നും കരുതാ. അതോടൊപ്പം നമ്മുടെ സഹോദരിമാർക്ക് റമദാനിൽ ഖളായിട്ട് പോയിട്ടുള്ള ആ നോമ്പിനെയും നാളെ കരുതാവുന്നതാണ്. തീർച്ചയായും ഇത്ര നോമ്പ് നമുക്ക് കരുതാവുന്നതാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം ഇന്ന് മഗ്‌രിബോട് കൂടി എൻ്റെ പ്രിയപ്പെട്ടവർ നാം തുടക്കം കുറിക്കേണ്ടത്, നാം പ്രധാനപ്പെട്ട് പറഞ്ഞല്ലോ, നമുക്ക് ഐശ്വര്യത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്ന, അതായത് ബസ്തുത്തുർ റിസ്ക്കിൽ വിശാലത, അതുപോലെ ഫതഹല്ലാഹു ബാബം മിനൽ ഗിന, ഐശ്വര്യത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുന്ന, ഖല്ലഖ ബാബം മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൻ്റെ കവാടം അടക്കപ്പെടുന്ന, വബാരിക് നമ്മുടെ കുടുംബത്തിനും മക്കൾ ബർക്കത്ത് ചെയ്യുന്ന, അതുപോലെ വസ്സലഹു ഫീഹി ഖബ്രിഹി, ഖബറിൽ കൊണ്ടുപോയി കടത്തപ്പെടുമ്പോൾ ഖബർ വിശാലമാക്കുന്ന, നവ്വറ വജ്ഹു ഫിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല, അതായത് നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന, മുഖപ്രസന്നത ഉള്ളവരാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിക്ർ. ആ ദിക്ർ യാ ബാസിത്തു യാ അല്ലാ എന്നുള്ള ദിക്റാണ്, ഇസ്മാണ്. ആ ഇസ്മ എല്ലാ 5 വക്ത് നിസ്കാരം ഇന്ന് മഗ്‌രിബോട് കൂടി തുടങ്ങുക. യാ ബാസിത്തു യാ അല്ലാ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം 21 പ്രാവശ്യം ചൊല്ലുക. 21 പ്രാവശ്യം ചൊല്ലാൻ ചെറിയ നിമിഷങ്ങളെ കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റും. യാ ബാസിത്തു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ, എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു നമ്മെ പണക്കാരാക്കും. ദാരിദ്ര്യത്തൊട്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും. നമ്മുടെ റിസ്ക്കിൽ വിശാലത നൽകും, ഖബറിൽ വിശാലത നൽകും, നമ്മുടെ ഇൽമിൽ അല്ലാഹു വർധനവ് നൽകും. അതുപോലെ ഖിയാമത്ത് നാൾ നമ്മുടെ മുഖത്തെ അല്ലാഹു പ്രകാശിപ്പിക്കും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഈ അതിമഹത്തായ അറിവ് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ചൊല്ലട്ടെ, പ്രവർത്തിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവർ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ ഒരു കൂലി നമ്മുടെ അക്കൗണ്ടിലും രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിൻ തൗഫീക്ക് നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ, അവിടെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും തൊട്ട് കാക്കണേ അല്ലാ. ഐശ്വര്യം നൽകണേ റഹ്മാനെ, ദാരിദ്ര്യത്തൊട്ട് കാക്കണേ റഹ്മാനെ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ബാരിക് ലനാ في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الأعمال الخيرات لوجهك الكريم وارحمنا بأنواع رحمتك يا أرحم الراحمين. السلام عليكم.